ഹലോ മക്കളെ, നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4th ചാപ്റ്ററായ ജീവനുള്ള വിത്തുകൾ അല്ലെങ്കിൽ സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. അതുപോലെ തന്നെ ക്ലാസ് 5 സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഇതാണ് വിത്ത് മുളയ്ക്കൽ അല്ലേ, സീഡ് ജെർമിനേഷൻ. ഫസ്റ്റ് നമുക്കറിയാം റേഡിക്കൽ അല്ലേ, റേഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലമാണ് വളരുന്നത്. പിന്നെയോ അത് ബീജപത്രം അല്ലെങ്കിൽ കോട്ട്ലിഡനാവും. പിന്നെയോ ബീജശീർഷം അല്ലെങ്കിൽ പ്യൂമൂളാകും. ഈ ഒരു ബീജമൂലം അഥവാ റേഡിക്കൽ വളർന്നിട്ട് ഏത് ഭാഗമാവും എന്നറിയോ? വളർന്നിട്ട് റൂട്ട് അഥവാ വേര് ആയിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ബീജപത്രം അല്ലെങ്കിൽ കോട്ട്ലിഡൻ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇലകളൊക്കെ വരണം അല്ലേ. ഇലകളാണ് പ്ലാന്റ് കിച്ചൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞൊരു സീഡ് ഇങ്ങനെ വിരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇവിടെ ഇലകളില്ല. അപ്പോൾ ഇലകളില്ലാത്ത പക്ഷം ഇവ എവിടെ നിന്നാണ് ഫുഡ് എടുക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് കോട്ട്ലിഡൻ ആണ് അല്ലെങ്കിൽ ബീജപത്രത്തിൽ നിന്നാണ്. എന്താ ചെയ്യുക, ഈ ബീജപത്രം അല്ലെങ്കിൽ കോട്ട്ലിഡനിൽ നിന്നാണ് ഇവർക്ക് ഫുഡ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാലാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്യൂമൂളിലേക്ക് പോകുന്നത്. ഈ ഭാഗം നമ്മളെ സ്റ്റെമ്മും അതുപോലെ തന്നെ ലീഫുമായിട്ട് മാറും. സ്റ്റെമ്മും അതുപോലെ തന്നെ ലീഫ്, അതായത് നമ്മളെ തണ്ടും ഇലയായിട്ട് മാറുകയാണ് ചെയ്യുക. ഇത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെച്ചോളാം. 1 വേർഡ് ആയിട്ട് വരെ ചോദിക്കാം. ഓക്കെ, ബീജമൂലം വളർന്ന് വേരായി മാറുന്നു, അതായത് റേഡിക്കൽ വളർന്നിട്ട് റൂട്ടായി മാറുന്നു. അതുപോലെ തന്നെ ബീജശീർഷം വളർന്നിട്ട് എന്തായി മാറുന്നു? ഇലയും നമ്മളെ സ്റ്റെമ്മും ആയിട്ട് മാറുന്നു കേട്ടോ. അതായത് നമ്മളെ ലീഫും നമ്മളെ തണ്ടും അല്ലെങ്കിൽ സ്റ്റെമ്മും ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഫസ്റ്റ് 2000 സ്റ്റുഡൻസിനാണ് ഈ ഒരു 1249 രൂപ 1249 റുപ്പീസിന് നിങ്ങൾക്ക് ബാച്ച് കിട്ടുന്നത്, എജുപോണിൻ്റെ ബാച്ച്. ഓക്കെ, ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഒരു കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കറിയാം, നമുക്ക് 4th ചാപ്റ്ററാണ്, 5th ചാപ്റ്റർ വരെ നമുക്ക് വേണം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മിസ്സിൻ്റെ പേര് അറിയെങ്കിൽ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൈലി തരിക കേട്ടോ. ഓക്കെ, ബൈ.